ഈ പേരാമ്പ്ര മണ്ഡലത്തിന്റെ ഒരു ഹിസ്റ്ററി നോക്കിയാണ് 1980 തൊട്ട് ഇങ്ങോട്ട് അത് LDF-നൊപ്പമുള്ള ഒരു മണ്ഡലമാണ്. ഇനിയിപ്പോൾ നോക്കുക, 2016 കേവലം 1000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. പിന്നെ 2021 വരുമ്പോഴത്തേക്കും 22,500 വോട്ടിന്റെ ഭൂരിപക്ഷമായി അത് ടി.പി. രാമകൃഷ്ണൻ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ കോൺഫിഡന്റോട് കൂടി മത്സരിക്കേണ്ട ഒരു മണ്ഡലമാണ്. അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആരോപണത്തിൽപ്പെട്ട് LDF ഇപ്പോൾ പ്രതിരോധത്തിലാവുന്നത്? അതിന് പല രീതിയിലുള്ള വാദങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. നമ്മുടെ ഔദ്യോഗിക വാഹനമല്ല, പക്ഷെ അത് പൊളിച്ചെടുക്കുന്ന രീതിയിൽ അത് പറയുന്നു. ഇതിന് കൃത്യമായ പെർമിഷൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന മറുവാദം ഉയർത്തുന്നുണ്ട് മറുപക്ഷം. അപ്പൊ അങ്ങനെയൊക്കെ ആ വിവാദം പോവുകയാണ്. അങ്ങനെ ഒരു പ്രതിരോധത്തിലാകേണ്ട ഒരു സാഹചര്യം എന്താണ്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു മാറിയ കാറ്റ് നമ്മൾ കണ്ടു. അവിടെ എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു 10ഓളം പഞ്ചായത്തുകളിൽ കൂടുതലും UDF-നാണ് ഭരണം കിട്ടിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രജൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പേരാമ്പ്ര എന്ന് പറയുന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന മണ്ഡലമാണ് എന്ന് നിലവിലെ സാഹചര്യങ്ങൾ വെച്ചും ആ മണ്ഡലത്തിന്റെ പൊതുചിത്രം ചരിത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം, ഒരു വിവാദം ഉയർന്നു വന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. ഇവിടെ ഇപ്പോൾ എന്താണ്, ആദ്യഘട്ടത്തിൽ LDF-ന്റെ പ്രചാരണ വാഹനത്തിൽ പറഞ്ഞു എന്ന നിലയിൽ മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വന്ന ആക്ഷേപം എന്താണ്? മതം പറഞ്ഞ് ഫാത്തിമ തഹ്ലി എന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വോട്ട് തേടി എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ മതം പറഞ്ഞ് വോട്ട് തേടിയിട്ടുണ്ടോ അവർ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവവും ഇതുവരെ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഫാത്തിമ തഹ്ലി അങ്ങനെ വോട്ട് തേടിയിട്ടില്ല എങ്കിൽ, അങ്ങനെ വോട്ട് തേടി എന്ന് ഒരു വ്യാജ പ്രചാരണം നടത്തുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. ഇതൊരു തെരഞ്ഞെടുപ്പിൽ ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. ഇനി മറുവശം എന്താണ്? ഇപ്പോൾ നോക്കൂ, ഫാത്തിമ തഹ്ലിക്കെതിരെ 3 പേർ ഇപ്പോൾ തന്നെ പരാതി നൽകിയിരിക്കുന്നു. മതം പറഞ്ഞ് വോട്ട് തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ 3 പേർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ പ്രചാരണ വാഹനത്തിൽ പറഞ്ഞത് എന്താണ്? നമ്മുടെ കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണല്ലോ ആ വാഹനത്തിൽ പറഞ്ഞത്. ഇനി ആ വാഹനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതുക. മുസ്ലിം ലീഗ് അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നുണ്ടെങ്കിൽ അത് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇങ്ങനെ അവർ പ്രചാരണം നടത്തുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല വേണ്ടത് എന്നുകൂടി പറയുന്നുണ്ട് ആ വാഹനത്തിൽ. അതല്ല നമ്മുടെ നാടിന് വേണ്ടത്, ആ നിലയിലുള്ള പ്രചാരണമല്ല വേണ്ടത് എന്നതുകൂടിയാണ് ആ വാഹനത്തിൽ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നുണ്ട് എങ്കിൽ അത് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. ഇനി മുസ്ലിം ലീഗ് ഇങ്ങനെ മതം പറഞ്ഞ് വോട്ട് പിടിക്കാത്ത ഒരു പാർട്ടിയാണോ, ഒരു രാഷ്ട്രീയ സംഘടനയാണോ? ആ വാദത്തിനോട് ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നുണ്ട് മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന പാരമ്പര്യം UDF-നില്ല, മുസ്ലിം ലീഗിനില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതും മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വിശ്വസനീയമല്ല. മുൻപ് PK സൈനബ തട്ടമിടില്ല, ഷംസീർ ഉമ്മയും ഉപ്പയും ഉംറയ്ക്ക് അയക്കില്ല എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടുള്ളത് ആരാണ്? ഇനി ചരിത്രമൊക്കെ അല്ലെങ്കിൽ പോയ കാലത്തെ സംഭവങ്ങളൊക്കെ പോട്ടെ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, 16-ാം വാർഡിലെ സ്ഥാനാർത്ഥി ഷാഹിനയ്ക്ക് വേണ്ടി മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, നമ്മൾ 5 നേരം നമസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, ഇസ്ലാമിക ശൈലികൾ ഉൾക്കൊണ്ട സ്ഥാനാർത്ഥിയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ഭാഗ്യം എന്ന് കരുതണമെന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് തേടി ഒരു പൊതുയോഗത്തിൽ ജനങ്ങളോട് പറഞ്ഞത്. ഈ മുസ്ലിം ലീഗാണോ മതം പറഞ്ഞ് വോട്ട് തേടാത്തത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.